ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗം. മറിയത്തിൻ്റെ സ്തോത്രഗീതം. രക്ഷകനായ യേശുവിൻ്റെ അമ്മയാകാൻ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തുയർത്തിയവളാണ് പരിശുദ്ധ അമ്മയെന്ന് നമുക്കറിയാം. ഈ അമ്മയുടെ വിനയത്തിൻ്റെ, എളിമയുടെ പരസ്യ പ്രഖ്യാപനമാണ് സ്തോത്രഗീതത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈ വലിയ ഒരു നിയോഗത്തിൽ, വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ഒരിക്കൽ പോലും തനിക്ക് ലഭിച്ച പദവിയെക്കുറിച്ചുള്ള അഹങ്കാരമോ താൻ ആരോ ആണ് എന്നുള്ള ഭാവമോ പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നില്ല. വിനയാന്വിതയായ പരിശുദ്ധ അമ്മ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്ത ദൈവത്തിന് നന്ദി പറയുകയാണ്. ദാസി എന്ന് വെച്ചാൽ അമ്മ ദൈവദൂതനോട് പറഞ്ഞ വാക്കാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. ദാസി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, വേലക്കാരിയല്ല ദാസി. കൂലി ചോദിച്ചു വാങ്ങാൻ അവകാശമുള്ളവളാണ് വേലക്കാരൻ, വേലക്കാരി. ഇവിടെ ദാസൻ എന്ന് വെച്ചാൽ ചന്തയിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം എന്നാണ് ആ ഒരു കാലഘട്ടത്തിൽ ജനം കരുതിയിരുന്നത്. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും ഒക്കെ കാലത്ത് അടിമകൾക്ക് ആത്മാവ് പോലുമില്ല. അവർക്ക് മനുഷ്യനാണ് എന്നതിൻ്റെ വില പോലും കൽപ്പിച്ചിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എത്രയോ എളിമപ്പെടലാണ് മാതാവ് നടത്തുക എന്ന് ദൈവത്തിൻ്റെ ദാസിയായി തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ദാസിയായതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ അവകാശമില്ല, ചോദ്യങ്ങൾക്ക് വേദിയില്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് സ്വയം വിട്ടുകൊടുക്കലാണ് ഒരു ദാസൻ, ദാസി ചെയ്യേണ്ടത്. യജമാനൻ എന്തു പറയുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നിയോഗം. മറുവാക്ക് പറയാതെ, പരാതി പറയാതെ, ഭക്ഷണം കിട്ടിയെങ്കിൽ കഴിച്ച്, വിശ്രമം അനുവദിച്ചെങ്കിൽ നേടിയെടുത്ത്, എത്രമാത്രം സമയം, എത്രമാത്രം ഗൗരവം, എത്രമാത്രം അർപ്പണം ആവശ്യമുണ്ടോ അത് മുഴുവനും കൊടുത്ത് യജമാനൻ്റെ ഇംഗിതത്തിന് കീഴ്വഴങ്ങേണ്ടവനാണ് ദാസനും ദാസിയുമൊക്കെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്ത ദൈവത്തിന് നന്ദി പറയുമ്പോൾ തൻ്റെ ദാസ്യത്വത്തിൻ്റെ വില എത്രയോ വലുതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഉയർന്ന് വലിയ വടവൃക്ഷങ്ങൾ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്നു അത്രമാത്രം അതിൻ്റെ വേരുകൾ താഴേക്ക് പോകും. അതല്ല എങ്കിൽ അതിന് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ വിനയത്തിൻ്റെ, എളിമയുടെ ആഴങ്ങളിലേക്ക്, വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലേക്ക് അവളുടെ വേരുകൾ ഇറങ്ങുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ, സന്തോഷത്തോടെ ഓർക്കണം. ഈ പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിച്ച് ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുമ്പോൾ ഏറ്റവും ഹൃദയപരമാർത്ഥതയോടെ ആ വാക്കുകൾ നമുക്ക് നമ്മുടേതുമാക്കാം. ഇനി എൻ്റെ വാക്കുകളിൽ അഹങ്കാരത്തിൻ്റെ ധ്വനി വേണ്ട. എൻ്റെ ഭാഷയിൽ ഞാൻ ഭാവം വെടിയാം. എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന ഘട്ടങ്ങളെല്ലാം ഞാൻ എന്താണോ അത് ദൈവകൃപയാലാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹായുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് നമ്മളെ ഇത്രത്തോളം ഉയർത്തിയത് ദൈവമാണ്, ഇത്രത്തോളം വഴി നടത്തിയത് ദൈവമാണ്. ആ വലിയ തിരിച്ചറിവോടുകൂടി നമുക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദൈവം എനിക്ക്
54 വർഷങ്ങൾ തന്നതിൻ്റെ 55-ാം ജന്മദിനത്തിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ഒരുപാട് സന്തോഷത്തോടെ 29 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. 54 വർഷം കൈവെള്ളയിലെന്നോണം എന്നെ താങ്ങി നടത്തിയ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി അവൻ്റെ അൽത്താരയെങ്കിൽ അവൻ്റെ മുന്തിരിത്തോപ്പിൽ അവന് വേണ്ടി വേല ചെയ്ത് ഇനിയും മുന്നോട്ട് പോകാനുള്ള കൃപകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.